ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, നൻപർകളെ, മേരെ സാഥിയോ. ഇവിടെ ഗിവിംഗ് യു സം വാസ്തി പാർട്സ് ഓഫ് സ്പീച്ച്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ്, not only for speaking, it's also for writing, anything you can. So, you know parts of speech. What is parts of speech? Parts of speech are 18 numbers. 8 തരം പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ദേ ആർ noun, pronoun, then adjective, verb, adverb, then preposition, conjunction, interjection. So, lot of 8 ഞാൻ കൂടുതൽ നീട്ടില്ല, കാരണം കൂടുതൽ വീഡിയോ നീട്ടിക്കഴിഞ്ഞാൽ നമുക്കും വല്ലാത്തൊരിതാവും. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് noun? Noun is the name of a person. A വ്യക്തിക്കോ നാം, പ്ലേസ്, ഒരു സ്ഥലത്തിൻ്റെ പേര് അല്ലേ. അതുപോലെ ഒരു എന്ത് പറയുക, ഒരു സാധനം, ഇറ്റ്സ് എ ടേബിൾ, എനിത്തിങ് അസ് യു കാൻ. ഇതിനേക്ക് നമ്മൾ നൗൺ എന്ന് പറയും. അത് നാമം എന്ന് പറയും മലയാളത്തിൽ, നാമം. ഓക്കെ. പിന്നെ പ്രോനൗൺ എന്ന് പറയും. നെക്സ്റ്റ് വൺ, പ്രോനൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നൗണിന് പകരം ഇപ്പോൾ നമ്മളൊരാളുടെ പേര് പറയില്ല, അവൻ, അവൾ, ഇവർ, അത്, ഇത് എന്നൊക്കെ പറയും അല്ലേ. ഇതിനാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അതായത് ഹി, ഷീ, ഇറ്റ്, ദേ, വി എന്നൊക്കെ പറയും അല്ലേ. കാരണം അവൻ, അവൾ, ഞങ്ങൾ ആണ് നമ്മൾ പ്രോനൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പ്രോനൗണിൽ വരണം. നെക്സ്റ്റ് വന്നിട്ട് പിന്നെ എന്താണ് അഡ്ജക്റ്റീവ്. ഇപ്പോൾ നൗണിനെ, പ്രോനൗണിനെ അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ഉപയോഗിക്കുന്നത്, അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. പറയാം നമുക്ക് രാജു ഈസ് എ ഗുഡ് സിംഗർ. രാജു നല്ലൊരു പാട്ടുകാരനാണ് അല്ലേ, ഗുഡ് ഒന്ന് നമ്മളെ വിശേഷിപ്പിക്കുകയാണ് അവനെ, ആരെ, രാജുവിന്. അപ്പം അങ്ങനെ ഞാൻ കൂടുതൽ എക്സാമ്പിൾ നീട്ടുന്നില്ല, കാരണം വീഡിയോ ഇനി എനിക്ക് തരണം. ഇപ്പോൾ 2 പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഏതാ പറഞ്ഞത്, ഫസ്റ്റ് വൺ നൗ ആൻഡ് പ്രൊനൗൺ, then കണ്ടിന്യൂ. ഓക്കെ, see you afterwards. She is sleeping here. My good one. Okay.